Hi dear students, good morning. ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ടാണ് നാം പോകുന്നത്. ഇന്ന് നാം പറയാൻ പോകുന്നത് ഈക്വലൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഈക്വലൻസ് എന്താണെന്നും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് ഈക്വലൻസ് എന്ന് പറഞ്ഞാൽ? ഈക്വലൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഇഫ് പി ആൻഡ് ക്യു ആർ ടു പ്രപ്പോസിഷൻ. നമ്മൾ പ്രപ്പോസിഷൻ എന്താണെന്നാണ് പഠിച്ചത്. പ്രപ്പോസിഷൻ വെച്ചും കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. പിയും ക്യൂവും രണ്ട് പ്രപ്പോസിഷൻസ് ആണെങ്കിൽ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഈക്വലൻസ് എന്ന് പറയുന്നത്. അതായത് പിയും ക്യൂവും ഒരേപോലെയുള്ള രണ്ട് കണ്ടീഷനാവും. ഒന്നിന് സമാനമായിട്ട് തന്നെ മറ്റൊന്ന് നിൽക്കുമ്പോഴാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് ബൈ കണ്ടീഷണൽ ഓർ ഈക്വലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയും ക്യൂവും രണ്ട് പ്രപ്പോസിഷൻസ് ആണെങ്കിൽ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ആണ് എങ്കിൽ അത് നമുക്ക് പി ഈക്വലൻസ് ക്യൂ ബി ബൈ കണ്ടീഷണൽ ക്യൂ എന്ന് പറയാം. അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് ഈ കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഈക്വലൻസ് നിങ്ങൾ ഈക്വലൻസ് ഓപ്പറേറ്റർ പഠിക്കുമ്പോൾ പഠിച്ചത് ചിഹ്നം തന്നെയാണ്. അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അതിനെ ഒന്നുകിൽ ബൈ കണ്ടീഷണൽ അല്ലെങ്കിൽ ഈക്വലൻസ് എന്ന് പറയും. അപ്പോൾ ഈക്വലൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. രണ്ട് പ്രപ്പോസിഷനാണ് പിയും ക്യൂവും എങ്കിൽ അതൊരു പ്രോബ്ലം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപോലെ കിടക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലാണ് അതിനെ ബൈ കണ്ടീഷണൽ ഓർ ഈക്വലൻസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പി എന്നുള്ളതൊരു പ്രപ്പോഷനാണ് 7 ഗ്രേറ്റർ ദാൻ 5. ക്യൂ എന്നൊരു പ്രപ്പോഷനാണ് 7 - 5 = 2 എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ട് എന്താണ്? ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റാണ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ പിയും ക്യൂവും ബൈ കണ്ടീഷനിലാണ് അല്ലെങ്കിൽ ഈക്വലൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ അപ്പോൾ നമുക്കറിയാം ഈക്വലൻസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഈക്വലൻസ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ ആവും, അല്ലെങ്കിൽ രണ്ടും ഫാൾസ് ആകുമ്പോൾ ട്രൂ ആവും. നിങ്ങൾ മുന്നേ ട്രൂത്ത് ടേബിൾ പഠിച്ചിട്ടുള്ളതാണ്. അതിലെ കണ്ടീഷൻ പ്രകാരം അങ്ങനെയാണ്. അപ്പോൾ ഒന്നുകിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും രണ്ട് പ്രപ്പോഷനും ഫാൾസായി വരണം, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആയിട്ട് വരണം. ഈ രണ്ട് പോസിബിൾ കേസിലുമാണ് കണ്ടീഷൻ ട്രൂ ആയിട്ട് വരിക. അപ്പോൾ ഇവിടുത്തെ നോക്കൂ, ഫസ്റ്റത്തെ എക്സാമ്പിൾ മനസ്സിലുണ്ടാവുക 7 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നതും 7 - 5 = 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പരസ്പരം ബന്ധമുള്ള ഒരേ സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടും പരസ്പരം ബന്ധമുള്ള സ്റ്റേറ്റ്മെൻറ്റുമാണ്, ട്രൂ ആണ്. സോ ഇറ്റ് ഈസ് ഈക്വലൻ്റ് എന്ന് നമുക്ക് പറയാം. അതായത് 7 ഗ്രേറ്റർ ദാൻ 5 ഇഫ് ആൻഡ് ഓൺലി ഇഫ് 7 - 5 = 2. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് എഴുതുന്നതാണ് IFF എന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമത്തത് ഒരു എക്സാമ്പിൾ കാണിച്ചാണ് പി എന്നുള്ള പ്രൊപ്പോസിഷൻ 3 ഗ്രേറ്റർ ദാൻ 2 ക്യൂ എന്ന് പറഞ്ഞാൽ 0 ലെസ് ദാൻ 3 - 2. രണ്ടും തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഒരേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. രണ്ടും പരസ്പരം ബന്ധമുള്ള ഒരേ സ്റ്റേറ്റ്മെൻറ്റും ട്രൂവും ആയതുകൊണ്ട് അതും ഈക്വലൻസ് ആണ് എന്ന് പറയും. നിങ്ങളിതുപോലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഏതിലെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ ബുക്കുകളിൽ എവിടെ നിന്നെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇങ്ങനത്തെ കണ്ടീഷൻസ് കണ്ടെത്തി നോട്ടിൽ എഴുതുക. ഫാൾസായ കണ്ടീഷൻസും അങ്ങനെ ഉണ്ടായിരിക്കും, ഈക്വലൻസ് ആയിട്ട് ട്രൂ ആയതുകൊണ്ട്. ഇത് രണ്ടും ട്രൂ ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കിതിൽ പറയാനുള്ളത്, നമുക്ക് ഇപ്പോൾ ആദ്യം ഞാൻ എന്താ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. രണ്ടും ട്രൂ ആണ് കണ്ടീഷനും രണ്ടും ഫാൾസ് ആവണ കണ്ടീഷനിലും ഈക്വലൻസ് ട്രൂ ആയി വരും. അതാണ് ഇപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. പി ഈക്വലൻസ് ക്യൂ ഈസ് ട്രൂ ഓൺലി വെൻ ബോത്ത് പി ആൻഡ് ക്യൂ ആർ ട്രൂ ഓർ ബോത്ത് ആർ ഫാൾസ്. പിയും ക്യൂവും ട്രൂ ആണെങ്കിലും അല്ലെങ്കിൽ പിയും ക്യൂവും ഫാൾസ് ആണെങ്കിലും എന്തായിരിക്കും? ഈക്വലൻസ് ട്രൂ ആയിരിക്കും. The equivalence P equivalent Q can also stated as P is necessary and sufficient condition for Q. P if and only if എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്ക് മറ്റൊരു തരത്തിൽ പറയാൻ കഴിയും. P is necessary and sufficient condition for Q. P എന്താണ്?
എന്നുള്ളത് ക്യൂവിന് സഫിഷ്യൻ്റ് നെസസറി ആയ കണ്ടീഷൻ ആണെങ്കിൽ ഈക്വലൻസ് ആണ്. രണ്ട് രീതിയിൽ നമുക്ക് പറയാമെന്നില്ല. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറഞ്ഞതിന് പകരം പി ഈസ് നെസസറി ആൻഡ് സഫിഷ്യൻ്റ് കണ്ടീഷൻ ഫോർ ക്യൂ എന്ന് പറയാം. രണ്ടും സെയിം ആണ്. ഈക്വലൻസ് ആൻഡ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിന് ഈക്വൽ ആയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത്രയാണ് ഈക്വലൻസ് എന്താണ് എന്ന് പറയാനുള്ളത്. പിന്നെ അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് വരച്ച് കാണിച്ചു. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. രണ്ടും ട്രൂ ആണ് കേസിനും ട്രൂ ആണ്, രണ്ടും ഫാൾസ് ആണ് കേസിനും ട്രൂ ആണ്. ബാക്കി രണ്ട് കേസിനും ഫാൾസ് ആണ്. പറഞ്ഞ കാര്യങ്ങൾ ട്രൂത്ത് ടേബിൾ വഴി കാണിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, കാണിച്ചു. എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി എന്താണ് ഈക്വലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ ഈക്വലൻസ് എന്നാൽ എന്താണെന്ന്. അപ്പോൾ നമുക്കൊരു സാധാ ഒരു ഈക്വലൻസ് ഓപ്പറേറ്റർ കാണിക്കുന്ന പോലെ തന്നെയാണ് ഈക്വലൻസ് നമ്മൾ കാണിച്ചത്. അതേസമയം ലോജിക്കൽ ഈക്വലൻസിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്നത് 3 വരകൾ. അതാണ് നമ്മൾ ഈക്വൽ ടു എന്ന് പറഞ്ഞ പോലുള്ള ഈക്വലൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഈക്വലൻസ്. 3 ഈക്വൽ ടു ആണ് അതിന് സമാനമായിട്ടുള്ളത്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് that have the same truth value. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, കോമ്പൗണ്ട് പ്രപ്പോസിഷൻ, ഒന്നിൽ കൂടുതൽ പ്രപ്പോസിഷൻ വരുമ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ സെയിം ആയിട്ടാണ് വരുന്നത്. രണ്ട് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ സെയിം ആയിട്ട് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലോജിക്കലി ഈക്വലൻറ്റ്. ലോജിക്കലി ഈക്വൽ എന്ന് പറയുന്നതാണ്. രണ്ട് കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒരേ ട്രൂത്ത് ടേബിൾ വരികയാണെങ്കിൽ അതിനാണ് ലോജിക്കലി ഈക്വലൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്, ഷോ ദാറ്റ് പി എക്സോർ ആൻഡ് പി ഈക്വലൻസ് ആൻഡ് ലോജിക്കലി ഈക്വലൻ്റ്. രണ്ട് കണ്ടീഷൻസ് ലോജിക്കലി ഈക്വലൻ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നെഗേഷൻ പി എക്സോർ ക്യൂ. നിങ്ങൾക്ക് വായിക്കാൻ അറിയുന്ന കാര്യമാണ്. നെഗേഷനാണ് ആ ഫസ്റ്റത്തെ സിമ്പൽ വരുന്നത്. പിന്നെ ഉള്ളിൽ വരുന്ന സിമ്പലാണിത് എക്സോർ, എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത്. അപ്പോൾ നെഗേഷൻ പി എക്സോർ ക്യൂ എന്ന് പറയുന്നതും പി ഈക്വലൻസ് ക്യൂ എന്ന് പറയുന്നതും ഈക്വലൻ്റ് ആണെന്ന് പറയുമ്പോൾ ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ട്രൂത്ത് ടേബിൾ ഈക്വൽ ആയിരിക്കും. അതായത് നെഗേഷൻ പി എക്സോർ ക്യൂവിൻ്റെയും പി ഈക്വലൻസ് ക്യൂവിൻ്റെയും ട്രൂത്ത് ടേബിൾ സെയിം ആണെങ്കിൽ ഇത് ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് പറയാം. നോക്കൂ, ട്രൂത്ത് ടേബിൾ വരച്ചപ്പോൾ പി ക്യൂ വരച്ചു. പി എക്സോർ ക്യൂ നിങ്ങൾക്ക് അറിയുന്നതാണ്, അത് എഴുതി. നെഗേഷൻ എന്ന് പറയുമ്പോൾ ഫാൾസൊക്കെ ട്രൂ ആവും, ട്രൂ ഒക്കെ ഫാൾസ് ആവും, അതും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ പി ഈക്വലൻസ്, അതും നിങ്ങൾക്ക് അറിയുന്നതാണ്. നോക്കൂ, ഈ ഒരു ട്രൂത്ത് ടേബിളും ഈ ഒരു ടേബിളും, അതായത് ഈ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഈ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും സെയിം അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് പറയാം, ഇത് രണ്ടും ഈക്വലൻ്റ് ആണ്, അതായത് ലോജിക്കൽ ഈക്വലൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്, രണ്ടും ഈക്വലാണെന്ന് നോക്കുക. എന്നിട്ട് ആണെങ്കിൽ ലോജിക്കലി ഈക്വലൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നോട്ട് ലോജിക്കലി ഈക്വലൻ്റ് എന്ന് പറയാം. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് തരാം, ലോജിക്കൽ ഈക്വലൻ്റ് ആണെന്ന് നോക്കാനുള്ള കുറച്ച് പ്രോബ്ലംസ് തരാം. അതുപോലെ തന്നെ നിങ്ങൾ ട്രൂത്ത് ടേബിൾ സ്വന്തമായിട്ട് വരച്ച് നോക്കണം, കുറച്ച് പ്രോബ്ലംസ് അതും തരാം, നോട്ടിൽ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.